മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പാക്കേജ് നൽകാതെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേന്ദ്ര വായ്പ സഹായത്തിന് പകരമാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിൻ്റേത് മനുഷ്യത്വരഹിത സമീപനമെന്ന് വി.ഡി. സതീശൻ. സഹായം വൈകുന്നതിൽ ഒരുമിച്ച് സമരം ചെയ്യാമെന്ന് KPCC അധ്യക്ഷൻ കെ. സുധാകരൻ. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോടെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇന്ന് യോജിച്ച കാഴ്ച നമ്മൾ കണ്ടു. ഉരുൾപൊട്ടൽ തകർന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 529.5 കോടി രൂപയാണ് കേന്ദ്രം വായ്പയായി നൽകിയത്. ഈ സാമ്പത്തിക വർഷം തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെയുള്ള വായ്പ എങ്ങനെ വിനിയോഗിക്കണമെന്നതിൽ സർക്കാരിൽ സെക്രട്ടറി തല സമിതി ചർച്ച ചെയ്യുകയാണ്. നിബന്ധനകളോടെയുള്ള വായ്പ വെല്ലുവിളിയാണെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. ദുരന്തത്തിന് സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ? അത് സഹായത്തിന് പകരമാവില്ലല്ലോ. വായ്പയുടെ ഭാഗമായി അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കുന്നു. സഹായത്തിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര സമീപനത്തോട് കോൺഗ്രസിനും എതിർപ്പാണ്. അർഹമായ സഹായം നേടിയെടുക്കാനുള്ള സമരത്തിലേക്ക് KPCC അധ്യക്ഷൻ കെ. സുധാകരൻ LDF-നെയും ക്ഷണിച്ചു. ഉറപ്പായിട്ട് ആവശ്യത്തിന് ഞങ്ങൾ പോകും. ആരോടും നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോടാണ്. പാവപ്പെട്ട ജനങ്ങളാ, കർഷകരാ, അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ. അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം, എന്ത് ജീവിതം, എന്ത് പൊതുപ്രവർത്തനം? കേരളത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ആരുമായി യോജിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CPM നേതൃത്വം ക്ഷണം സ്വീകരിച്ചു. ഒരുമിച്ച് സമരം ചെയ്യുന്ന ഞങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടാകേണ്ടത്? അവരല്ലേ ഞങ്ങൾ ഒന്നിച്ച് സമരം ഇല്ല എന്ന് പറഞ്ഞത്. ഒന്നിച്ച് സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനിത് പറഞ്ഞത് കേരളത്തിന്റെ വികാരമാണ്. ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. 24 തിരുവനന്തപുരം.